പിടിക്കാൻ അണ്ണാ DMK-യെ NDA സഖ്യത്തിലെടുത്ത് നരേന്ദ്രമോദി നടത്തുന്ന പരീക്ഷണം തമിഴക വികാരമുയർത്തുന്ന MK സ്റ്റാലിന് മുന്നിൽ പൊളിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് BJP-യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിമാന പോരാട്ടമായി കാണുന്നത്. ഏത് വിധേനയും തമിഴ്നാട് ഭരണം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോദിയുടെ പ്രിയങ്കരനായ മുൻ IPS ഓഫീസർ അണ്ണാമലയെ കൈവിട്ട് പകരം നൈനാർ നാഗേന്ദ്രൻ MLA-യെ BJP അധ്യക്ഷനാക്കിയത്. സഖ്യപ്രഖ്യാപനത്തിന് ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമിയെ മുന്നണി നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായാണ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP-യെയും കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് DMK നേതാവ് സ്റ്റാലിൻ. ബംഗാളിൽ മമതാ ബാനർജി ഉണ്ടാക്കുന്ന വെല്ലുവിളികളെക്കാൾ കനത്തതാണ് BJP-ക്കെതിരെ സ്റ്റാലിൻ നടത്തുന്ന പോരാട്ടം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ കർണാടകയിൽ ഭരണം നഷ്ടപ്പെട്ട BJP-ക്ക് തമിഴ്നാട്ടിൽ ഭരണം പിടിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ്. നീണ്ട 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം 2021-ൽ അധികാരമേറ്റ സ്റ്റാലിൻ തമിഴ്നാടിന്റെ ജനകീയ മുഖ്യമന്ത്രിയായാണ് ഉയർന്നത്. ജയലളിതയുടെ മരണശേഷം പിളരുകയും അനാഥമാവുകയും ചെയ്ത അണ്ണാ DMK-ക്ക് പകരം ഭാവിയിൽ ഭീഷണിയാകുന്ന BJP-യെ കടന്നാക്രമിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് സ്റ്റാലിൻ പയറ്റിയത്. തമിഴക വികാരം ഉയർത്തിയുള്ള സ്റ്റാലിന്റെ മുന്നേറ്റത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്റ്റാലിനെ പിന്തുണയ്ക്കുന്ന അപൂർവ സാഹചര്യവും ഉണ്ടായി. കേന്ദ്രത്തിന് വഴങ്ങാത്ത സ്റ്റാലിനെ ഗവർണർ RN രവിയെ ഉപയോഗിച്ച് മെരുക്കാനായിരുന്നു BJP ശ്രമം. തമിഴ്നാട് നിയമസഭ പാസാക്കിയ സുപ്രധാന ബില്ലുകൾ തടഞ്ഞുവെച്ച് ഗവർണർ സ്റ്റാലിനെ പ്രതിസന്ധിയിലാക്കി. BJP-ക്ക് അടിയറവ് പറയാതെ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തി വിജയിച്ച തമിഴ് വീരന്റെ പരിവേഷമാണിപ്പോൾ സ്റ്റാലിനുള്ളത്. തമിഴ്നാട് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമവിരുദ്ധമായി പിടിച്ചുവെക്കരുതെന്ന് ഉത്തരവിട്ട സുപ്രീം കോടതി ഗവർണർ പിടിച്ചുവെച്ച 10 ബില്ലുകൾക്ക് അനുമതി നൽകുകയും ചെയ്തു. ഗവർണർ ഭരണം വേണ്ടെന്ന സുപ്രീം കോടതി വിധി കേരളം, ബംഗാൾ, കർണാടക അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ മുഖ്യമന്ത്രിമാർക്കും അനുഗ്രഹമായി. BJP-യെ തമിഴ് വിരുദ്ധ പാർട്ടിയും കേന്ദ്ര സർക്കാരിനെ തമിഴ്നാട് വിരുദ്ധ സർക്കാരുമായി മുദ്രകുത്താൻ കഴിഞ്ഞുവെന്നതാണ് സ്റ്റാലിന്റെ രാഷ്ട്രീയ വിജയം. വൈകാരികതയ്ക്ക് വഴങ്ങി വോട്ട് ചെയ്യുന്നവരാണ് തമിഴ്നാട് ജനത. സിനിമയും തമിഴ് ദേശീയതയുമാണ് ഇവരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. പാലക്കാട്ടുകാരനായ MG രാമചന്ദ്രൻ എന്ന MGR സിനിമയിലൂടെയാണ് മക്കൾ തിലകവും പുരട്ചി തലൈവരുമായത്. തമിഴ് സിനിമയിൽ കഥയും തിരക്കഥയും എഴുതിയ മുത്തുവേൽ കരുണാനിധിയാണ് കലൈഞ്ചറായി തമിഴ്നാട് മുഖ്യമന്ത്രിയായത്. MGR-ന് പിൻഗാമിയായി തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിതയും സിനിമയിലൂടെയാണ് രാഷ്ട്രീയം കീഴടക്കിയത്. എന്നാൽ സ്റ്റാലിൻ ഇപ്പോൾ തമിഴക വികാരമുയർത്തിയാണ് BJP-യെ നേരിടുന്നത്. 1930-ലും 1960-ലും തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം അലയടിച്ചിരുന്നു. തമിഴന്റെ രക്തത്തിൽ കലർന്നതാണ് ഭാഷാ വികാരം. അതിനെ ചോദ്യം ചെയ്താൽ രാഷ്ട്രീയവും ജാതിമത ഭേദവും മറന്ന് തമിഴർ ഒന്നിക്കുമെന്നതാണ് തമിഴ്നാടിന്റെ ചരിത്രം. ഇത് നന്നായി മനസ്സിലാക്കിയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സ്റ്റാലിൻ പോരിനിറങ്ങിയത്. ത്രിഭാഷാ നയത്തിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ സ്റ്റാലിന്റെ പോരാട്ടത്തിന് തമിഴ് ജനതയുടെ പിന്തുണ ലഭിച്ചു. നീറ്റ് പരീക്ഷയ്ക്കെതിരായ നിയമനിർമ്മാണത്തിലൂടെ തമിഴ് യുവതയുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയും സ്റ്റാലിന് ആർജിക്കാനായി. ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണയത്തിനെതിരെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച സ്റ്റാലിന് മോദിക്കെതിരായ ദേശീയ നേതാവെന്ന പ്രതിച്ഛായ കൂടി ലഭിച്ചു. അഴിമതി ആരോപണങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും 4 വർഷത്തെ ഭരണത്തിൽ ജനങ്ങളെ പിടിച്ചുലക്കാവുന്ന വിഷയങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. ഭരണപക്ഷത്ത് DMK-യും കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും അടക്കമുള്ള മുന്നണി സംവിധാനം ഭദ്രമാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കും ഇവർക്കൊപ്പമാണ്. പ്രതിപക്ഷത്ത് അണ്ണാ DMK BJP സഖ്യം നിലവിൽ വന്നെങ്കിലും സ്ഥിതി ഭദ്രമല്ല. ജനപ്രിയ നായകൻ വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK എന്ന പുതിയ പാർട്ടി കൂടി വന്നതോടെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനാണ് സാധ്യത. DMK-ക്കെതിരെ പ്രതിപക്ഷ മഴവിൽ സഖ്യത്തിന് BJP ശ്രമിക്കുമ്പോൾ BJP തമിഴരുടെ ശത്രുവാണെന്ന മുദ്രാവാക്യമാണ് സ്റ്റാലിൻ മുഴക്കുന്നത്. BJP-ക്കൊപ്പം ചേരുന്നവരും തമിഴ്നാടിന്റെ ശത്രുക്കളെന്ന് ആരോപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക AIADMK-ക്കും സഖ്യകക്ഷികൾക്കും പ്രയാസമാവും. ഇതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ വിജയവും.